പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ചിന്താകുലനായി നിൽക്കുന്ന അബിയെയാണ്. അപ്പോൾ തന്നെ അവനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ഞാൻ അനഘയാണ്, നാട്ടിലെത്തിയിരിക്കുന്നു. ഒരു കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു വാടക വീടാണ് എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, നീ എന്തിനുള്ള പുറപ്പാടാ അനഘെ? അപ്പോൾ അനഘ പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണം. നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഞാനിപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായും നിന്നെ കണ്ടേ പറ്റൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അനഘ. അപ്പോഴേക്കും നവ്യ വരുന്നത് കണ്ട് അബി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നവ്യയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏതാണ് ആ പെണ്ണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി ചിന്തിക്കുന്നുണ്ട്, ഇനി ഇവളെ പിണക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അബി സ്നേഹം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിന്റെ സ്നേഹത്തിലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. നിന്റെ അഭിനയം ഞാൻ കുറേ കണ്ടതല്ലേ. ഇനി നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കും, അതല്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും. പിന്നെ കാണിക്കുന്നത് നയനയും ദേവയാനിയും നവ്യയുടെ 7ാം മാസ ചടങ്ങിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അനാമികയും രേവതിയും വേണുവും വരുന്നുണ്ട്. വേറൊരു സെക്ഷനിലേക്ക് പോകാനൊരുങ്ങിയ നയന പെട്ടെന്നാണ് അവരെ കണ്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്. ദേവയാനി പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറിക്കളയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അനാമികയും നയനയെ കാണുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, ദേ നോക്കമ്മേ, നമ്മുടെ സമാധാനം കളയാനായി ഒരുത്തി ഇവിടെയും എത്തിയിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അവർ നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, നീ മാത്രമേ ഉള്ളൂ, അതോ ആദർശേട്ടനെ കൂടാതെ വേറെ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും വരാറുണ്ടോ? അങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കും അനിയോട് ഇവൾക്ക് സ്നേഹമില്ലാത്തത്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇത് ടെക്സ്റ്റൈൽ ഷോപ്പായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പറഞ്ഞേനെ. അപ്പോൾ നയന പറയുന്നുണ്ട്, നീ എന്ത് പറഞ്ഞാലും അതിന് നന്നായിട്ട് തന്നെ തിരിച്ചു പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ച് ഇവിടുന്ന് പോകാൻ നോക്ക്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എടി നീ കൂടുതൽ കിടന്ന് തിളക്കണ്ട. അതിനിടയ്ക്ക് അനാമിക പറയുന്നുണ്ട്, ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മേ, നമുക്ക് നാണം കെടാനല്ലാതെ. അതുകൊണ്ട് അച്ഛനും അമ്മയും വരാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോയതിൻ്റെ ശേഷം ദേവയാനി പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. നവ്യയാണ് കാണിക്കുന്നത്. അവിടേക്ക് നയന പർച്ചേസ് ചെയ്ത സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നവ്യക്ക് 7ാം മാസ ചടങ്ങിന് വേണ്ടി വാങ്ങിയ സാരി കൊടുക്കുന്നുണ്ട്. സാരി നവ്യക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും നവ്യക്ക് ഭയങ്കര സങ്കടമുണ്ട്. 7ാം മാസ ചടങ്ങായിട്ട് പോലും സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാരിയൊന്നും കിട്ടാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. അത് നയനയോട് പറയുന്നുമുണ്ട്. അവൻ ഏതൊക്കെയോ പെൺകുട്ടികളുടെ ഒപ്പം ചുറ്റിത്തിരിയുകയാണ്. അത് കേട്ട് നയനക്കും വിഷമമാകുന്നുണ്ട്. നയന പറയുന്നുണ്ട്, ഒന്നും വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജലജയാണ്. ജലജ നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. അപ്പോൾ ജലജ സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ട്. ഇത് കണ്ട് നവ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വയസ്സിൽ സ്പ്രേ ഒക്കെ അടിച്ച് സുന്ദരിയായിട്ട് നിൽക്ക്, എൻ്റെ 7ാം മാസ ചടങ്ങാണ്, അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുകയൊന്നും വേണ്ട. അമ്മയും മോനും എന്തെങ്കിലും ഒരു സാരി എങ്കിലും വാങ്ങിത്തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാം വാങ്ങിത്തരുന്നത് ആദർശേട്ടനും നയനയും കൂടിയാണ്. നിങ്ങളുടെ മകന് ഒരു സാരി വാങ്ങിത്തരാൻ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ജലജയോട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിന്റെ അലമാരയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാനുള്ള അത്രയ്ക്ക് സാരി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിനക്കിപ്പോൾ സാരി? അങ്ങനെ ഓരോന്നും പറഞ്ഞാൽ അവരവിടെ നിന്ന് തർക്കിക്കുന്നുണ്ട്. പിന്നെ ദേവയാനിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവയാനി നയന സെലക്ട് ചെയ്ത സാരികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. നയനയെ കണ്ടതും ദേവയാനി പറയുന്നുണ്ട്, മോളുടെ സെലക്ഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നയനക്ക് സന്തോഷമാകുന്നുണ്ട്. പിന്നെ നയന അബിയുടെയും നവ്യയുടെയും കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, ഒരു നന്മയും ഇല്ലാത്തവനാണ് അവനും അവൻ്റെ അമ്മയും. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, നമുക്കിനി അടിക്കടി ഇങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ പോകണം. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ അടിക്കടി പോയാൽ വേഗം തന്നെ നമ്മുടെ കള്ളത്തരം പൊളിയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പൊളിയുന്നുണ്ടെങ്കിൽ പൊളിയട്ടെ എന്ന് വെച്ച് എനിക്ക് എൻ്റെ മോളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ കാണിക്കുന്നത് നവ്യയുടെ മുറിയാണ്. അവിടെ സന്തോഷവും സങ്കടവും ഒരേ സമയത്ത് നവ്യയുടെ മുഖത്ത് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇടയ്ക്ക് നയന വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മുഖത്ത് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. പിന്നെ സ്വന്തം ഭർത്താവിനെ പറ്റി ഓർമ്മിച്ച് സങ്കടവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അബി വരുന്നുണ്ട്. അപ്പോൾ നവ്യ സാരി അബിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി, കൊള്ളാമല്ലോ, ഇത് ഞാനെടുത്ത് തന്ന സാരിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ദേഷ്യത്തോടെ പറയും, നീ ഈ നൂറ്റാണ്ടിലെങ്ങാനും എനിക്കൊരു സാരി വാങ്ങി തന്നീനോ? ഇത് എൻ്റെ അനിയത്തി വാങ്ങിത്തന്ന സാരിയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് അവരാണ്.
എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, നീ എനിക്ക് ഒന്നും വാങ്ങി തന്നില്ലെങ്കിൽ സാരമില്ല, നിനക്ക് ഒരല്പമെങ്കിലും എന്നെയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഒന്ന് സ്നേഹിച്ചുകൂടെ. അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വേറൊരുത്തി കൂടി വരാൻ പോകുന്നുണ്ട്, ഇനി ഇവളെ ചൊടിപ്പിക്കുന്നത് അത്ര ശരിയല്ല. എന്നിട്ട് അബി കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം നബിയ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നബിയ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഇനിയിപ്പോൾ നാളെ ഞാൻ പോകാൻ പോവുകയാണ്, അപ്പോഴാണ് ഇനി നീ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ നീ അവഗണിച്ചു, പക്ഷേ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനെങ്കിലും നീ ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നബിയ വളരെ വേദനയോട് കൂടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അബി നബിയുടെ ചുമലിൽ കൈപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് തീർത്താൽ തീരാത്ത സ്നേഹമുണ്ട്, അത് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ നബിയ, അതുകൊണ്ടാന്ന്. അപ്പോൾ നബിയ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു നിനക്ക് അറിഞ്ഞുകൂടാന്ന്, സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന്. അത് കേട്ട് അബി ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.